അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹിജാബി ഹാങ് ഔട്ടിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മൾ മനുഷ്യരുടെ സന്മാർഗത്തിനും ദീനിൽ ഉറച്ചു നിൽക്കാനും വേണ്ടിയിട്ട് നമ്മൾ എന്തെല്ലാമാണ് നമ്മുടെ നിത്യജീവിതത്തിൽ ചെയ്യേണ്ടത് എന്ന വിഷയത്തെക്കുറിച്ചിട്ട് പറയാൻ വേണ്ടിയിട്ടാണ്. ഒരു മനുഷ്യന് ലഭിക്കുന്ന ഏറ്റവും വലിയ ഭാഗ്യം ഹിദായത്ത് ലഭിക്കുക എന്നുള്ളതാണ്. ലഭിച്ച ഹിദായത്ത് നഷ്ടപ്പെടുന്നതിനെക്കുറിച്ച് ആലോചിച്ചു നോക്കൂ. ഇത്ര ദൗർഭാഗ്യവന്മാരാണ് അത്തരത്തിലുള്ളവർ. രാവിലെ വിശ്വാസിയായവൻ വൈകിട്ട് അവിശ്വാസിയും, വൈകിട്ട് വിശ്വാസിയായവൻ രാവിലെ അവിശ്വാസിയും ആകാനുള്ള സാധ്യതകൾ തിരുദൂതരുടെ വചനങ്ങളിൽ നമുക്ക് കാണാം. അതുകൊണ്ട് തന്നെ ലഭിച്ച മഹത്തായ അനുഗ്രഹം നിലനിൽക്കാൻ നാം നിരന്തരം പ്രാർത്ഥിക്കണം. ഒരു വിശ്വാസി ഒരു ദിവസം നിർബന്ധമായും 17 തവണ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ്, ഞങ്ങളെ നീ നേർമാർഗത്തിൽ ചേർക്കണമേ. നീ അനുഗ്രഹിച്ചവരുടെ മാർഗത്തിൽ, കോപത്തിന് ഇരയായവരുടെ മാർഗത്തിലല്ല, പിഴച്ചു പോയവരുടെയുമല്ല. അത്തരത്തിൽ സന്മാർഗത്തിനും ദീനിലും ഉറച്ചു നിൽക്കാനും നാം പഠിക്കേണ്ട ചില പ്രാർത്ഥനകളാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ നമ്മൾ ദിവസവും അള്ളാഹുവിനോട് ദുആ ചെയ്യണം. ഞങ്ങളുടെ നാഥാ, ഞങ്ങളെ നീ സന്മാർഗത്തിലാക്കിയതിനു ശേഷം ഞങ്ങളുടെ മനസ്സുകളെ നീ തെറ്റിക്കരുതേ. നിൻ്റെ അടുക്കൽ നിന്നുള്ള കാരുണ്യം ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണമേ. തീർച്ചയായും നീ അത്യധികം ഔദാര്യവാനാകുന്നു. ഞങ്ങളുടെ നാഥാ, തീർച്ചയായും നീ ജനങ്ങളെയെല്ലാം ഒരു ദിവസം ഒരുമിച്ച് കൂട്ടുന്നതാകുന്നു. അതിൽ യാതൊരു സംശയവുമില്ല. നിശ്ചയം അള്ളാഹു വാഗ്ദാനം ലംഘിക്കുന്നതുമല്ല. ഞങ്ങളുടെ റബ്ബേ, നിൻ്റെ പക്കൽ നിന്നുള്ള കാരുണ്യം ഞങ്ങൾക്ക് നീ നൽകുകയും ഞങ്ങളുടെ കാര്യം നേരാവണ്ണം നിർവഹിക്കുവാൻ നീ സൗകര്യം നൽകുകയും ചെയ്യണമേ. അല്ലാഹുവേ, നീ നിൻ്റെ ഹൃദയത്തിലും നാവിലും കേൾവിയിലും കാഴ്ചയിലും ഇടതു വലതു മുകളിലും താഴെയും പ്രകാശമാക്കണമേ. നീ എനിക്ക് വെളിച്ചമാകണമേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബാങ്ക് വിളി കേട്ട് പള്ളിയിലേക്ക് പുറപ്പെട്ടപ്പോൾ മുകളിലെ ഈ ദുആ ഇങ്ങനെയായിരുന്നു ദുആ ചെയ്തിരുന്നത്. ഇമാം ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ വന്നിട്ടുണ്ട്. നമ്മുടെ ജീവിത ലക്ഷ്യം പരലോക വിജയമാണ്. എന്നാൽ ദുനിയാവിനെ മറന്നു കളയുകയും വേണ്ട എന്ന് അള്ളാഹു തന്നെ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇരു ലോകത്തും നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിരിക്കുന്നത്. അത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പഠിക്കാനുണ്ട്. മാതാപിതാക്കൾക്കും മക്കൾക്കും കുടുംബത്തിനു വേണ്ടിയിട്ട് നമ്മൾ ദുആ ചെയ്യണം. അള്ളാഹു തട്ടിക്കളയാത്ത ചില പ്രാർത്ഥനകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. മാതാപിതാക്കൾ മക്കൾക്ക് അനുകൂലമായും പ്രതികൂലമായും പ്രാർത്ഥിച്ചാൽ, മക്കൾ മാതാപിതാക്കളുടെ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ അള്ളാഹു ആ പ്രാർത്ഥനകൾ സ്വീകരിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. മാതാപിതാക്കൾക്ക് വേണ്ടിയും മക്കൾക്കും കുടുംബത്തിനു വേണ്ടിയും പ്രാർത്ഥനകൾ നിർവഹിക്കുക എന്നത് നമ്മുടെ കടമയാണ്. ഖുർആനിലും ഹദീസിലും ഈ വിഷയത്തിൽ ധാരാളം പ്രാർത്ഥനകൾ കാണാം. അങ്ങനെ ഒരുപാട് ദുആകളും നമ്മുടെ ഇസ്ലാമിൽ ഉണ്ട്. പരലോകത്ത് വിജയിക്കണമെങ്കിൽ ഇഹലോക ജീവിതത്തിൽ ദീൻ അനുസരിച്ച് ജീവിക്കണം. നമ്മുടെ ഇഹലോക ജീവിതം സമാധാനം നിറഞ്ഞതാവാൻ ദീൻ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാൽ മതി. അതുകൊണ്ട് തന്നെയാണ് പരലോകവും ദീനും നന്നാവാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളം പ്രാർത്ഥനകൾ നമ്മെ പഠിപ്പിച്ചത്. നമുക്ക് അള്ളാഹുവിനോട് ഏറ്റവും താഴ്മയായിട്ട് ദുആ ചെയ്യാം. അല്ലാഹുവേ, നിശ്ചയം ഞാൻ നിൻ്റെ ദാസനാണ്, നിൻ്റെ ദാസൻ്റെ പുത്രനാണ്, നിൻ്റെ ദാസിയുടെ പുത്രനാണ്. എൻ്റെ മൂർധാവ് നിൻ്റെ കയ്യിലാണ്. നിൻ്റെ തീരുമാനം എന്നിൽ നടപ്പിലാക്കുന്നത്, നിൻ്റെ വിധി എന്നിൽ നീതിപൂർവകമാണ്. നീ എൻ്റെ നഫ്സിൽ പേരുവെച്ച, നിൻ്റെ സൃഷ്ടികളെ ഒരാളെ പഠിപ്പിച്ച, നിൻ്റെ ഗ്രന്ഥത്തിൽ നീ അവതരിപ്പിച്ച, നിൻ്റെ അടുക്കൽ അതിർജ്ഞാനത്തിൽ നീ നിനക്ക് പ്രത്യേകമാക്കിയ നിനക്കുള്ള എല്ലാ പേരുകളും മുൻനിർത്തി ഞാൻ നിന്നോട് തേടുന്നു. ഖുർആനിനെ എൻ്റെ ഹൃദയത്തിൻ്റെ വസന്തവും നെഞ്ചകത്തിൻ്റെ പ്രകാശവും ദുഃഖത്തിനെ നീക്കുന്നതും മനോവേദ പോക്കുന്നതും ആക്കണമേ.
7 വാനങ്ങളുടെയും മഹത്തായ സിംഹാസനത്തിൻ്റെയും ഞങ്ങളുടെയും എല്ലാ വസ്തുക്കളുടെയും നാഥനായ തൗറാത്തും ഇഞ്ചീലും ഫുർഖാനും അവതരിപ്പിച്ചവനായ വിത്തും ധാന്യവും മുളപ്പിച്ചവനുമായ അല്ലാഹുവേ, നിന്റെ പിടുത്തത്തിലുള്ളതായ എല്ലാ വസ്തുക്കളുടെയും തിന്മയിൽ നിന്ന് ഞാൻ നിന്നോട് അഭയം തേടുന്നു. അല്ലാഹുവേ, നീയാകുന്നു, നിനക്ക് മുമ്പ് യാതൊന്നുമില്ല. നീയാകുന്നു, നിനക്ക് ശേഷം യാതൊന്നുമില്ല. നീയാകുന്നു, നിനക്കു മീതെ യാതൊന്നുമില്ല. നീയാകുന്നു, നിന്റെ കൂടെ യാതൊന്നുമില്ല. നീ എൻ്റെ കടം വീട്ടണമേ. ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറ്റി എന്നെ ധന്യനാക്കേണമേ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. പഠിച്ച തമ്പുരാനെ, ഞങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹം ഞങ്ങൾക്ക് നീ സഫലമാക്കി തരണമേ. ഇങ്ങനെ ഒരുപാട് ദുആകൾ നമ്മുടെ നിത്യജീവിതത്തിൽ നമുക്ക് പതിവാക്കാനുണ്ട്. എല്ലാവരും അള്ളാഹുവിനോട് ദുആ ചെയ്യുക. നമുക്ക് വേണ്ടി എല്ലാവർക്കും എല്ലാവരുടെ ആഗ്രഹങ്ങളും സഫലമാക്കി തരട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് എൻ്റെ വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമ്മൾ ഓരോ അറിവും ഷെയർ ചെയ്യുന്നത് ഒരു സദഖയാണ്. അസ്സലാമു അലൈക്കും. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്.